ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഈ പോരിൻ്റെ ആയുധങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ കോട്ടകളെയാണ് ഇടിക്കുന്നത്? വെൽക്കം ടു മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയങ്ങളാണ്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് വായിച്ചത്. നമ്മൾ 2 കൊരിന്ത്യർ 9 വരെയുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ആശയങ്ങളും അതിലുള്ള മെസ്സേജുകളും എല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ക്രിസ്ത്യൻ ഗിവിങ്ങിനെ കുറിച്ചായിരുന്നു. ഇവിടെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പോരിൻ്റെ ആയുധങ്ങളെക്കുറിച്ച് ഇവിടെ പൗലോസ് സംസാരിക്കുകയാണ്. ഈ പോരിൻ്റെ ആയുധങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാവുന്ന, ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഒരു മനുഷ്യനകത്ത് 30% ആത്മാവാണ്, അല്ലേ? ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറഞ്ഞ പോലെ ആത്മാവ്, ദേഹി, ദേഹം 30% എടുത്ത് 33% അവൻ്റെ കണ്ടൻറ്റ് ആത്മീയ കണ്ടൻറ്റാണ്. ഈ ആത്മീയ കണ്ടൻറ്റിൽ കൂടി അവന് വേണ്ട രീതിയിലുള്ള രൂപാന്തരവും മാനസാന്തരവും വന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതം കട്ടപ്പുകയാണ്, താളടിയായിപ്പോകും. നമ്മുടെ ജീവിതങ്ങൾ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഇവിടെ പൗലോസ് തുറന്ന് സമ്മതിക്കുകയാണ്. 2 കൊരിന്ത്യർ 10:3 ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ജഡത്തിൽ സഞ്ചരിക്കുക മീൻസ് വാക്ക് ഇൻ ഫ്ലഷ്. വാക്ക് ഇൻ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സ് പറയുന്നതെല്ലാം ശരീരമനുസരിച്ച് ജീവിക്കുന്നു. മനസ്സ് പറയുന്നത് എന്താണ്? ഈ ലോകവുമായിട്ടുള്ള ജഡീക സ്വഭാവങ്ങൾക്ക് വശംവദരായി മനസ്സിനെ പിടിച്ചടക്കാൻ വയ്യാതെ മനസ്സ് അനുസരിച്ച് ശരീരവും പ്രവർത്തിക്കുമ്പോൾ ജഡത്തിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതമാകുകയാണ്. ഇതിനകത്ത് സദാചാരമല്ല ഈ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, നല്ല നടപ്പല്ല ഈ പറയുന്നത്. ഒരാൾ മദ്യപിക്കത്തില്ല, ഒരാൾ വേണ്ടാത്ത വൃത്തികേടിനൊന്നും പോകത്തില്ല, ഒരാൾ പള്ളിയിലൊക്കെ റെഗുലറായിട്ട് പോകും, വർഷിപ്പിനൊക്കെ പോകും, സഭായോഗങ്ങൾ പോകും, ആരോടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ജീവിതം ആത്മീയ ജീവിതം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തതെല്ലാം ജഡത്തിന് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത്. അതായത് ഇവിടെ പൗലോസ് പറയുന്നു, ചില സമയങ്ങളിലെങ്കിലും ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ജഡത്തെ ക്രിസ്തുവിന് രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചു എന്നൊക്കെ പറയുന്നവർ ചില സമയങ്ങളിലൊക്കെ വഴുതിപ്പോകുന്നതായിട്ട് കാണാം, അല്ലേ? ഇവിടെ ജഡത്തിൽ സഞ്ചരിക്കുന്നത് തുറന്ന് സമ്മതിച്ചു. അതിനകത്ത് സഞ്ചരിക്കുമ്പോഴേ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ദൈവദാസന് വേണ്ടതായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും വന്നു ചേരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഞാൻ വീണ്ടും ഇടയ്ക്കൊരു കൊച്ചൊരു കുറിവാക്യം, ഒരു അടിവരയിട്ട് പറയട്ടെ. ആത്മാവിൽ സഞ്ചരിക്കുന്നവർക്ക് അതുപോലുള്ള ഒരു ജഡത്തിൻ്റെതായിട്ടുള്ള കഷ്ടതയൊന്നും വരത്തില്ല. അത് നമുക്ക് ഇനി 2 എപ്പിസോഡ് കഴിയുമ്പോൾ തീർന്നു കഴിയുമ്പോഴേ ആത്മീയ ഗോളത്തെക്കുറിച്ചുള്ള എപ്പിസോഡുകൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ എന്നോടൊപ്പമായിരിക്കുക. എങ്ങനെയാണ് ആത്മാവിൽ ജീവിക്കുമ്പോഴേ ജഡത്തിൻ്റെ ബലഹീനത വരാത്തതെന്നൊക്കെ നമുക്ക് പഠിച്ച് തീരുമാനമെടുത്ത് നമ്മൾ സക്സസ്ഫുൾ ആവാം. ലൗകികമായി ജഡത്തിൽ നടക്കുന്നവനെങ്കിലും സദാചാരമായി ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവനല്ല. ആരാ? പൗലോസ്. എന്നാൽ താനൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് അപ്പോസ്തലൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പടയാളി എന്ന നിലയിലും അവിടെ ചെല്ലുമ്പോൾ താൻ അവരെ നേരിടും. അതിനുശേഷം പറയുകയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല.
കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അതിനൊരു പോരുണ്ട്, അതിനായുധം വേണം. ആ ആയുധം കൊണ്ട് കോട്ടകളെ ഇടിക്കും. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ട്. അതിവിടെ കാണുന്ന ഒരു യുദ്ധത്തിൻ്റെ ഒരു സന്നാഹം പോലാണ്, അല്ലേ? യുദ്ധത്തിൻ്റെ ഒരു സാദൃശ്യം ആണ്. യുദ്ധത്തിലാണല്ലോ ആയുധങ്ങളും കോട്ടയും തകർപ്പലും ഒക്കെ വരുന്നത്. ഇവിടെ ജഡീക ആയുധങ്ങൾ അതിന് അപര്യാപ്തമാണ് അതിലിടിക്കാനായിട്ട്. കോരിന്തിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ പൗലോസിന് എതിരായിട്ട് സംസാരിക്കുന്ന കുറേ പേരുണ്ട്. എന്ന് പറഞ്ഞാൽ വേറെ കുറേ അപ്പോസ്റ്റലന്മാരെന്ന് പറയുന്നവരും ടീച്ചേഴ്സ് എന്ന് പറയുന്നവരും ഒക്കെ, അവർ പൗലോസിനെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്ന യുദ്ധത്തിന് പൗലോസിൻ്റെ കയ്യിലുള്ള ആത്മീകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് അവർക്ക്, എന്നുവെച്ചാൽ ജഡീക ആയുധങ്ങളുകൊണ്ട് അവർക്ക് പൗലോസിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ജഡത്തിൻ്റെ ഉൽപ്പന്നങ്ങളൊന്നും ദൈവം മുമ്പാകെ സ്വീകാര്യമല്ല. ശത്രുവിൻ്റെ പ്രതിരോധ ശക്തിയെ പൗലോസ് തരം താഴ്ത്തി കാണുകയല്ല, എന്നാൽ ദൈവത്തിൻ്റെ പീരങ്കി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പട്ടാളം ആക്രമിക്കുമ്പോൾ ബലവത്തായ എല്ലാ ശക്തികളും ഇടിഞ്ഞു വീഴും. അതുകൊണ്ട് എല്ലാ സങ്കല്പങ്ങളെയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയും. ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി എല്ലാ വിചാരങ്ങളെയും പിടിച്ചടക്കും എന്ന് പറയും. സുവിശേഷത്തിൻ്റെ ശക്തി എത്രയോ ചിന്തകന്മാരെയും ദർശകന്മാരെയും കീഴടക്കി. ക്രൂശിൻ്റെ വചനം ഭോഷത്വമാണെന്ന് ചിന്തിച്ചിരുന്ന അവിടെ മനസ്സ് തകർന്നു. സാർശ്യവാക്യത്തിലൊരു വാക്യമുണ്ട് 21:7, മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താവുന്നു അവൻ അതാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസിൻ്റെ ജീവിതം മാറ്റിമറിച്ചതാണ്, അല്ലേ? പൗലോസ് അവൻ്റെ ചിന്തയിലെ മാറ്റം വരുത്തി. അപ്പോസ്തല പ്രവൃത്തി 9:6 കർത്താവേ എന്ന് നിലവിളിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് കർത്താവിനോട് നിലവിളിക്കുകയാണ്. തൻ്റെ ചിന്ത മാറ്റി, ജീവിതം മാറ്റി. ക്രിസ്തീയ സഭയെ ഉപദ്രവിക്കാൻ പോയവനെ ക്രിസ്തീയ സഭയെ സ്നേഹിക്കുവാനായിട്ട് പഠിപ്പിച്ചു. ഒരിക്കൽ അവൻ്റെ ജീവിതം മായയായിരുന്നു, അല്ലെങ്കിൽ അഹങ്കാരമായിരുന്നു, അല്ലെങ്കിൽ പരിജ്ഞാനമില്ലാത്തതായിരുന്നു. അതിനെല്ലാം ദൈവത്തിൻ്റെ പീരങ്കി പട്ടാളം വന്ന് പൊളിച്ച് ആ കോട്ടകളെല്ലാം ഇടിച്ച് തകർത്തു. അങ്ങനെ അവന് അധികാരം കൊടുത്ത, അപ്പോസ്തലൻഷിപ്പ് കൊടുത്ത പൗലോസ് ഈ പോരിൻ്റെ ആയുധങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നേ മറന്നുപോകാൻ. ഈ പോരിൻ്റെ ആയുധങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. പോരിൻ്റെ ആയുധങ്ങൾ, അതുപോലെ എന്തൊക്കെയാണ് ഈ പോരിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സാണെങ്കിൽ മനസ്സിൽ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? യുവർ ഇമാജിനേഷൻ, ചിന്തകൾ, അല്ലേ? ചിന്തകൾ, അതുപോലെ സങ്കല്പങ്ങൾ. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻ, സങ്കല്പങ്ങൾ, തോട്ട്സ് ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ചിന്തകൾ. ഈ മനസ്സിൻ്റെ ചിന്ത എങ്ങനെയാണ് വരുന്നത്? ജഡീക ചിന്ത എങ്ങനെയാണ് മനസ്സിൽ വരുന്നത്? എങ്ങനെയാണ് ആ ഇമാജിനേഷൻസ് വരുന്നത്? യെസ്, മേളിൽ നിന്ന്, സ്പിരിച്വൽ വേൾഡിൽ നിന്ന് ചില ആളുകളൊക്കെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ആ മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നല്ല കാര്യം ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലൊരു ഫയറായി മാറുമ്പോഴേ ഈ മേളിൽ നിന്ന് വരുന്ന ഇമാജിനേഷനും പിശാച് കൊണ്ടുവരുന്ന മൈൻഡും തോട്ടും എല്ലാം കത്തി ചാമ്പലായി പോകും. ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതാണ് കത്തിക്കുന്നത്. അത് ഇന്ന് പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഡീവിയേറ്റ് ചെയ്തു പോയി. ഇന്ന്
AI യുഗമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുപോലും ആ സൂപ്പർ നാച്ചുറൽ പവറിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം, ഇതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. എന്നാലും ഞാൻ അതിൻ്റെ ചുരുക്കമായിട്ട് ചെറിയൊരു കാര്യം ഞാൻ ബൈബിളിൽ നിന്ന് പറയാം. എഫേസ്യർ 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അതിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. 12-ാം വാക്യം, വി ആർ ഫൈറ്റിംഗ് എഗൻസ്റ്റ് 4 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, against the rulers of the darkness of this world and spiritual wickedness in high places. ഈ 4 കാര്യങ്ങളാണ്. These are the 4 thrones. 4 സിംഹാസനങ്ങളാണ്. ഇത് മേളിലുണ്ട്, സ്പിരിച്വൽ വേൾഡിലുള്ളതാണ്. സോ അതിനകത്ത് മലയാളത്തിലെ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ വാക്കുകൾ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 3-4 സാധനങ്ങളാണ്. അതുകൊണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് എഫേസ്യർ 6 ബാക്കിയുള്ളത്, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. 14 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ എന്തൊക്കെയാണ് സർവായുധ വർഗം എന്ന് പറയുന്നുണ്ട്. അരയ്ക്ക് സത്യം കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക, എല്ലാറ്റിനും മീതെ വിശ്വാസം എന്ന പരിചയം എടുക്കുക, രക്ഷ എന്ന ശിരസ്ത്രം വയ്ക്കുക, ദൈവം എന്ന ആത്മാവിൻ്റെ വാളെടുക്കുക, സകലവിധ നേരത്തും പ്രാർത്ഥന വേണം. 7 ഐറ്റം അവിടെ എല്ലാം ക്ലിയറായിട്ട് പറയുന്നു. ഇതൊക്കെയാണ് സ്പിരിച്വൽ വാർഫെയറിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ആയുധങ്ങൾ. ഈ ആയുധങ്ങൾ നിങ്ങൾ ധരിക്കുകയും, കോട്ടകളെ തകർക്കാൻ ശക്തിയുള്ള ഈ ആയുധങ്ങൾ നിങ്ങൾ ധരിക്കുകയും ചെയ്യുമ്പോഴേ ഈ ഇമാജിനേഷനിലും ഈ മൈൻഡിലും ഈ വേർഡ്സിലും ഒന്നും വന്ന് യവൻ കയറി അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഇടയില്ല. കാരണം യു ആർ ഫുള്ളി നിങ്ങളെ ഉറപ്പിച്ചത് നിങ്ങൾ ആയുധ വർഗമൊക്കെ ധരിച്ച് നിൽക്കുകയാണ്. ഈ ആയുധവർഗം ഇന്ന് പേരിന് വേണ്ടി ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ഇതതിൻ്റെ പൂർണ്ണതയിൽ ഒരു ഫയറായിട്ട് നമ്മുടെ ഉള്ളിലില്ല. ഇല്ലാത്തതുകൊണ്ട് എന്താണ്, എവരി പ്രോബ്ലംസ്, എവരി വേ ഇറ്റ് ഈസ് കമ്മിങ്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക അന്ത്യനാളുകളാണ്. ആൻറ്റിക്രൈസ്റ്റ് ഭരണം വരാൻ പോകുന്ന സമയമാണ്. ഇതിങ്ങനെ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുക. ഞാൻ പറയുന്നത് അവിടെ വിശുദ്ധന്മാരെ ചേർക്കാനായിട്ട് മധ്യാകാശം ഒഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇരിക്കുന്ന മുഴുവത്തിനെ അടിച്ചടിച്ച് താഴോട്ട് ചാടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ബൈബിളിലില്ലത്. അവിടെ ഇങ്ങനെ അടിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കൂടുതൽ ശക്തിയോടെ വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നവർ നമുക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഇമാജിനേഷൻസിനെ, ഈ സങ്കല്പങ്ങളെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിരോധമായത് ആരാ? ഹലോ, ദൈവത്തിന് വിരോധമായ ഒറ്റ ഒരാളേ ഉള്ളൂ, അത് പിശാചാണ്. മനുഷ്യരൊന്നും ദൈവത്തിന് വിരോധമല്ല. ദൈവത്തിന് വിരോധമായി നിൽക്കുന്നത് പിശാചാണ്. അത് അവന് വേണ്ടി, അവൻ്റെ വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയുക എന്നാണ് പിശാച്. അതിനെ ഒഴിപ്പിക്കാനായിട്ട്, പിശാചിൻ്റെ പ്രവൃത്തികളെ ഒഴിപ്പിക്കാനായിട്ടാണ് കർത്താവ് വന്നത്. അതിനുവേണ്ടി അത് നിങ്ങളെ എന്നെയും ഈ ലോകത്താക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ അംബാസിഡേഴ്സാക്കി നിർത്തിയിരിക്കുക. എന്തിനാ? എല്ലാ സങ്കല്പങ്ങളെയും, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയാൻ. അതിങ്ങനെ മനസ്സിൽ കയറിക്കൊണ്ടേയിരിക്കുക. ഒരു മിനിറ്റിലൊക്കെ എത്ര ഇമാജിനേഷൻസാണ് ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത്, എത്ര ചിന്തകളാണ് കടന്നു പോകുന്നത്. അതൊക്കെ ദൈവിക ചിന്ത അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നോക്കി.
എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. അതെല്ലാം തകർത്ത് കളയണം. അതിനെല്ലാം തകർക്കണം. ആ ഉയർച്ചകളെ ഇടിച്ചു കളയണം. ഏത് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടിയുള്ള എല്ലാ വെപ്പൺസും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. യെസ്, ഉണ്ടായ മാത്രം പോരാ, അത് ഉപയോഗിക്കാനൂടെ പഠിക്കണം. ഇന്ന് പലരുടെയിലും ഉണ്ട്, സാധനങ്ങളുണ്ട്. ദൈവവചനം എന്ന വാളുണ്ട്, എടുത്തുപയോഗിക്കാൻ അറിയത്തില്ല, പറ്റത്തില്ല. കാരണം ട്രെയിൻഡ് അല്ല, എക്സ്പീരിയൻസ്ഡ് അല്ല. ഇന്ന് ഒരുപാട് പ്രാർത്ഥന എന്ന ഒരു സംഭവമുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് അറിയത്തില്ല. ആകെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ നടക്കണമെന്നേ ഉള്ളൂ. പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് പോകാനായിട്ട്, ദൈവത്തിൻ്റെ ആഴത്തിലിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാർത്ഥനകൾ കൂടി പറ്റുന്നില്ല. സോ യു ആർ എ പവർലെസ് ക്രിസ്ത്യൻ. അങ്ങനെ വന്നാലേ തോറ്റുപോകും സുഹൃത്തെ. കോട്ടകൾ തകർക്കാനുള്ള ശക്തി ഒരു പടയാളി എന്ന നിലയിൽ വർജനം പ്രാപിച്ച്, ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച്, പോരിൻ്റെ ആയുധങ്ങൾ, ആത്മീയ ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഇറങ്ങണം. സത്യത്തിൽ തുടങ്ങി. അതിനകത്ത് എത്ര 7 ഐറ്റംസ് ഉണ്ട്. 6:10 തൊട്ട് 18 വരെ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിന് ശക്തിപ്പെടാൻ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അമിതബലത്തിൽ ശക്തിപ്പെടണമെങ്കിൽ ഈ താഴെ ഇരിക്കുന്ന 7 എണ്ണം എടുത്തു വെച്ച് അതിൽ ട്രെയിൻഡ് ആവണം. ട്രെയിൻഡായേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകൂ. ഞാൻ എൻ്റെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കാം. ഞാനിന്ന് ഈ 10-ാം അധ്യായത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. എന്താണിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അവിടെയുള്ള ഫോൾസ് ടീച്ചേഴ്സ് എതിരായിട്ട് പൗലോസ് തൻ്റെ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. കോരിന്ത്യയിൽ പൗലോസിന് ഒരുപാട് എതിരാളികളുണ്ടായിരുന്നു. അവർക്ക് പുറത്തു നിന്ന് നുഴഞ്ഞു കയറിയവരാണ് അവിടെ സഭയിൽ. പൗലോസാണല്ലോ കോരിന്ത്യ സഭ ഉണ്ടാക്കിയത്. ഉന്നത അധികാരമുണ്ടെന്ന് അവകാശപ്പെട്ടു. അവർ യഹൂദവാദികളായിരുന്നു. അവർ യഹൂദന്മാരുടെ ജഡപ്രകാരം ക്രിസ്തുവിനെ അറിഞ്ഞവർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങൾ, മോശയുടെ ന്യായപ്രമാണമൊക്കെ പാലിക്കണമെന്ന് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുകയും ഈ യേശു പഠിപ്പിച്ചൊക്കെ തെറ്റാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നവർ. അവർ ജ്ഞാനവാദികളായിരുന്നു, ഗ്നോസ്റ്റിക്സ് ആയിരുന്നു. നിഗൂഢ ജ്ഞാനത്തെക്കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരായിരുന്നു. അവർ പ്രതിഫലത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ഇങ്ങനെയുള്ളവരെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരായിരുന്നു പൗലോസിൻ്റെ എതിരാളികൾ. ഇതെല്ലാം ഈ 10-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പൗലോസ് അതെല്ലാം പിടിച്ചു കെട്ടി. പൗലോസ് പറയുന്നത് എന്താണ്? പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ആകെ പ്രശംസിക്കുക എന്നൊരു വാക്ക് പൗലോസ് പറയുന്ന കർത്താവിലുള്ള പ്രശംസയാണ്. എനിക്കൊന്നും പറവാനായിട്ടില്ല. കാരണം എല്ലാം ക്രിസ്തുവാണ് ചെയ്യുന്നത്. ദൈവമാണ് എന്നെ നിങ്ങളുടെ അരികിലേക്ക് അയച്ചത്. അതുകൊണ്ട് ക്രിസ്തുവാണ് ചെയ്യുന്നത്. എല്ലാ സങ്കല്പങ്ങളെയും, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാത്തിനെയും ഇടിച്ചു കളയാനായിട്ടുള്ള കൃപ ഈ ദിവസങ്ങളിൽ ദൈവം കൊടുത്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോഴേ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ജഡീക ആയുധങ്ങൾ ഉപയോഗിച്ച് പോരാടുന്നവരാണ്. പക്ഷേ അവിടെ എല്ലാം ഫെയിലിയർ ആവരുത്. എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ഫെയിലിയേഴ്സ് കാണുന്നില്ലേ? നമ്മുടെ യുദ്ധമൊക്കെ തകർന്നു പോകുന്നില്ലേ? നമ്മുടെ തലമുറകളൊക്കെ തകർന്നു പോവുകയല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാതെ പോവുകയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായൊരു മുന്നേറ്റം വരാതെ തടസ്സപ്പെട്ടിരിക്കുകയല്ലേ? ജഡത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ അല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്? ആത്മീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വെച്ച് നമ്മളൊന്ന് പോരാടാനായിട്ട്, ഒന്ന് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞ എന്താണ്? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടാണ്. മനുഷ്യർക്ക് ഏറ്റവും പ്രാർത്ഥന ആർക്കും ആവശ്യമുള്ള ഏറ്റവും ബലഹീനരായിട്ട് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാനായിട്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വലിയൊരു വിടുതൽ തരും, വലിയൊരു സഹായമായിരിക്കും. നമ്മുടെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന്. ഉയരത്തിൽ നിന്നല്ലാതെ നമുക്കൊരു സഹായവും വരത്തില്ല. ഈ ലോകത്തിൽ നിന്നൊരു സഹായവും വരത്തില്ല. ഈ ലോകത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് സഹായം വരുന്നത്. സകലവും, എല്ലാ നന്മയും തികഞ്ഞ വരമൊക്കെയും വെളിച്ചത്തിൻ്റെ പിതാവിങ്കിൽ നിന്ന് വരുന്നു എന്ന് പറയും. വെളിച്ചത്തിൻ്റെ പിതാവിങ്കിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ നമ്മളെ ജീവിതങ്ങളൊന്ന് വിട്ടുകൊടുത്തൊന്ന് സമർപ്പിക്കുമോ? നമ്മുടെ ഈ കോട്ടകളെയൊക്കെ തകർക്കാൻ ശക്തിയുള്ള പോരിൻ്റെ ആയുധങ്ങളാൽ, ആത്മീയ ആയുധങ്ങളാൽ നമ്മളെ ഒരു ഫയർ ബോളാക്കി
ദൈവം നമ്മളെ മാറ്റും എന്ന് നമുക്ക് കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ആയുധങ്ങളെല്ലാം ഏത് രീതിയിലാണ്? കോട്ടകളെ ഇടിക്കാൻ പറ്റുന്നതാണോ? ഞങ്ങളുടെ ഇമാജിനേഷൻസ്, ഞങ്ങളുടെ തോട്ട്സൊക്കെ കർത്താവെ നാശയോഗ്യമായി പോകുന്ന കാര്യങ്ങളാണല്ലോ. ഉയരത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ. ആത്മാവിലുള്ളത് ചിന്തിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ. ഈ ദിവസങ്ങളിൽ നിൻ്റെ ശക്തി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ധാരാളമായിട്ട് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തിയാൽ വലിയ വിടുതലുകൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ, കടഭാരങ്ങളിൽ നിന്നുള്ള വിടുതൽ, തലമുറകൾക്കുള്ള വിടുതൽ, ഡിപ്രഷനിൽ നിന്നുള്ള വിടുതൽ, എല്ലാ അഡൽട്ടറിയിൽ നിന്നുള്ള വിടുതൽ, എല്ലാ ഫോർണിക്കേഷനിൽ നിന്നുള്ള വിടുതൽ, എല്ലാ റിലേഷൻഷിപ്പിലുള്ള വിടുതൽ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ കോട്ടകളെയും ഇടിക്കുവാൻ തക്ക ബലം ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ ആ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എല്ലാ ഫസ്റ്റ് സൺഡേയിലും 9:30 മണിക്ക് ഗൂഗിൾ മീറ്റ് വഴി പ്രയറുണ്ട്, ഓൺലൈൻ പ്രയറുണ്ട്. നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ അയച്ചു തരിക. പ്രയർ റിക്വസ്റ്റുകളും ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.